മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ ഖാദായമാവാൻ, വേദവാക്യങ്ങൾ ഞങ്ങൾ ഖാദായമാവാൻ. വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ, വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുവേ. ഏറെ അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിനം രാത്രിയിൽ ഒരുമിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഈ ആത്മീക കൂട്ടായ്മയ്ക്ക് ഏറെ ആത്മാർത്ഥതയോടെ നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ, ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ റാന്നി ബദേൽ ടൗൺ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയങ്കരമായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ പ്രിയ വാത്സല്യ കുടുംബം, പ്രിയ തുലാമണിലെ പ്രിയ കുടുംബം. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ഷാജു പാസ്റ്റർ ഏറെ ആത്മാർത്ഥതയോടെ ജർമ്മനിയിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് അറിയുന്നതിൽ, കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് പുറകിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പ്രിയദാസിയോടും ഒക്കെ ഒരുമിച്ച് ദൈവം നൽകിയ അവസരങ്ങൾ ഏറെ അനുഗ്രഹമായിരുന്നു. തന്റെ ദാസിയെയും തലമുറകളെയും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ മണ്ണിൽ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ആഴമായി വെളിപ്പെടുവാൻ, തന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ ആ മണ്ണിൽ ദൈവം ചെയ്തെടുക്കേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. വിശേഷാൽ അടുത്ത ഞായറാഴ്ച തുടക്കം കുറിക്കുന്ന പുതിയ പ്രവർത്തനത്തെ കുറിച്ച് അറിയുവാൻ കഴിഞ്ഞു. അതും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ഗാന ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ നാം പങ്കിടുകയായിരുന്നു. വിശേഷാൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ജെമി, അതിൽ ആരാധനയിൽ നേതൃത്വം നൽകിയ പ്രിയ മകൾ ജെമി എന്റെ സഹോദരിയാണ്. ഒരുമിച്ച് ദൈവം നൽകിയ ഈ കൂട്ടായ്മ ഏറെ സന്തോഷപ്രദമാണ്. പ്രിയ മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ ശ്രദ്ധ ആഴമായി പതിയപ്പെടുവാൻ പോകുകയാണ്. ഒരു വേദ വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ വേദപുസ്തകം എന്നോടൊപ്പം തുറന്ന് ആഴമേറിയ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതനാണ് ഇന്നലെ രാത്രിയിൽ നിങ്ങളുമായി ദൈവവചനം പങ്കുവച്ച പ്രിയ ഫെയ്ത്ത് ബ്ലസൻ. ആഴമാറിയ ദൈവിക ദൂത് താൻ പങ്കുവച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി രാത്രിയിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നതും ഊർജം പകരുന്നതും മുമ്പോട്ട് നീങ്ങുവാൻ കഴിയുന്ന ബലവും ആർജവും പകരുന്നത് ദൈവവചനമാണ്. നമ്മുടെ പുറത്തെ മനുഷ്യന് നാം എത്രത്തോളം ആത്മാർത്ഥതയോടെ ഭക്ഷണം നൽകുന്നു, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ അതിന് എത്രത്തോളം ആത്മാർത്ഥതയോടെ നാം അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഊർജം പകരാൻ, ബലം പകരാൻ, ശക്തി പകരാൻ നാം എത്രത്തോളം പണം ചെലവഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിപ്പാൻ നാം പങ്കുവെക്കേണ്ടത്, ആഴമായി മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിന്റെ ധ്യാനമാണ്. ഇന്ന് രാത്രിയിൽ നാം ധ്യാനിക്കുന്ന വചനങ്ങൾ, നാം കേൾക്കുന്ന വചനങ്ങൾ, നാം വായിക്കുന്ന വചനങ്ങൾ ഒക്കെ നമ്മുടെ അകത്തെ മനുഷ്യന് ഊർജം പകരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എന്റെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചന കേൾവി നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മതലങ്ങളിൽ ഒരു ഊർജം പകരുന്ന രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം നമ്മുടെ പുറമെയുള്ള മനുഷ്യന് നാം വൈദ്യസഹായം കൊടുക്കുന്നോ, എത്രത്തോളം നമ്മുടെ പുറമെയുള്ള മനുഷ്യന്റെ ക്ഷയം സംഭവിക്കുമ്പോൾ അതിനെ പരിഹരിക്കാൻ നാം മെച്ചപ്പെടുന്നോ, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ ഈ ദിവസങ്ങളിൽ കാരണമായി തീരാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പോരാടാൻ കഴിയട്ടെ. 7 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത്. ഈ രണ്ടാം ദിനം രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. എമ്മുള്ള ആഴമേറിയ സമർപ്പണത്തോടെ ഇന്ന് രാത്രിയിലെ വചന വിധിഞ്ചനത്തിനായി നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക്, നിങ്ങളുടെ ചിന്താധാരയിലേക്ക്
വേഗത്തിൽ പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവദാസൻ എന്നോട് ഓർപ്പിച്ച സമയത്തെ പരിമിതികൾക്കുള്ളിൽ ദൈവവചനത്തിൽ നിന്ന് താണിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനം 91 സങ്കീർത്തനം, അതിന്റെ 14, 15 വേദഭാഗങ്ങളാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എന്റെ പ്രാർത്ഥന മുറിയിൽ എന്നോട് കൈമാറിയ സന്ദേശം. സങ്കീർത്തനം 91 14, 15 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം മരുളും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഏറെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ്. നമുക്കെല്ലാം സുപരിതമായ ഏറ്റവും ആഴമേറിയ ഒരു വേദഭാഗം. 91 സങ്കീർത്തനം ആരോട് മനഃപ്പാഠം പങ്കുവെക്കുവാൻ പറഞ്ഞാലും എല്ലാവരും ഏറെ ആത്മാർത്ഥതയോടെ പങ്കുവെക്കുവാൻ സാധ്യതയുള്ള ഒരു വേദഭാഗമാണ് 91 സങ്കീർത്തനം. പലപ്പോഴും ഭയമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിരാശകൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങളേറുമ്പോൾ ഒക്കെ നാം വായിക്കുന്ന വേദഭാഗമാണ് 91 സങ്കീർത്തനം. അതിന്റെ 1, 2 വേദഭാഗങ്ങൾ ഒരു ഭക്തൻ ദൈവത്തെ നോക്കി പറയുന്ന പദങ്ങളാണ്. അത്യുന്നതന്റെ മറവിൽ ഞാൻ വസിക്കും, സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കും. അവൻ ഹല്ലേലൂയ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതം, എന്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ഒരു ഭക്തൻ തന്റെ ദൈവത്തോട് പറയുന്ന പദങ്ങളാണ്. 3-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവത്തെ നോക്കി ഒരു ഭക്തൻ തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്ന വേദഭാഗമാണ് 13-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ പറയുന്നത്, ഹല്ലേലൂയ, തന്റെ തൂവൽ കൊണ്ടവൻ നിന്നെ മറയ്ക്കും, ചിറകും കിഴഞ്ഞ് ശരണമാക്കും. നിന്റെ വലത്തുവശത്ത് 1000 പേര് വീഴാം, നിന്റെ ഇടത്തുവശത്ത് 10,000 പേർ വീഴാം, എങ്കിലും അതൊന്നും നിന്നോട് അടുക്കുകയില്ല. നിന്നെ കണ്ണിന്റെ മണി പോലെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഇന്ന് രാത്രിയിലും നമ്മെ നയിക്കുന്നത് എന്നുള്ള ഉറപ്പോടെ ആ കരങ്ങൾ ഉയർത്തി ആ ദൈവത്തിന്റെ ഒരു സ്തോത്രം ചെയ്യാം. ഈ രാത്രിയിൽ ഏറെ അനുഗ്രഹീതമായ ഒരു വേദഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത്. ഭക്തനായ മനുഷ്യൻ പങ്കുവെക്കുന്ന ഏറെ അനുഗ്രഹീതമായ വേദഭാഗം, മോശ എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനം എന്ന് വേദ പണ്ഡിതാക്കന്മാർ അവകാശപ്പെടുന്ന സങ്കീർത്തനം. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. അവന്റെ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പറ്റിയിരിക്കാൻ കഴിയുന്ന ഒരു ദിനമായി ഈ ഉപവാസ പ്രാർത്ഥന മാറ്റപ്പെടട്ടെ. അവനോട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വിടുവിക്കും. പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഉയർത്തും. പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ഉത്തരമരുളും. പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾക്കൊരാശ്വാസമായി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി, ആ ശബ്ദം ഉയർത്തി നമ്മുടെ വീണ്ടെടുപ്പുകാരനോട് സ്തോത്രം കരേറ്റാം. ഏറെ അനുഗ്രഹീതമായ വേദഭാഗം. ബൈബിൾ 1400 എഴുത്തുകാരാൽ 40 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആലിയ പ്രയാണത്തിന്റെ ഒടുവിലാണ് ഈ വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുന്ന ഈ പരിശുദ്ധമായ ഗ്രന്ഥം പൂർത്തീകരിച്ചത്. 1400 വർഷങ്ങൾ, 40 എഴുത്തുകാർ. എന്നാൽ ഇന്ന് പകലിൽ ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ചില പദങ്ങൾ നാം മനുഷ്യന്റെ കരം കൊണ്ട് എഴുതിയെങ്കിലും, പരിശുദ്ധാത്മാ പ്രേരണയിൽ എഴുതിയെങ്കിലും, ചില അർത്ഥസമ്പുഷ്ടമായ പദങ്ങൾ ദൈവം തന്നെ നേരിട്ട് തന്റെ കരാങ്കുലികൾ കൊണ്ട് എഴുതി ചേർക്കപ്പെട്ടു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ചില ആഴമേറിയ സന്ദേശങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് തന്നെ, ദൈവം തന്നെ നേരിട്ട് പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. ഭക്തനായ മനുഷ്യൻ എഴുതി നിർത്തിയിടത്ത്, പരിശുദ്ധാത്മാവ് എഴുതി നിർത്തിയിടത്ത് ദൈവം തന്റെ കരാങ്കുലികളാൽ ചില പദങ്ങൾ എഴുതി തുടങ്ങുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിനം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പ്രഥമ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഇടപെടുകയാണ്. ലോകം നിന്നെ നോക്കി എഴുതി നിർത്തിയിടത്ത്, സമൂഹം നിന്നെ നോക്കി എഴുതി അവസാനിപ്പിച്ചിടത്ത്, വൈദ്യശാസ്ത്രം നിന്നെ നോക്കി എഴുതി നിർത്തിയിടത്ത്, പരിശുദ്ധാത്മാവ് എഴുതി നിർത്തിയിടത്ത് ദൈവം ഇന്ന് പകല് നിന്നെ കുറിച്ച് ചിലത് എഴുതി രേഖപ്പെടുത്താൻ തുടങ്ങിയ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചാക, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാക. ഇന്ന് പകലിൽ ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്തോ, നിന്നെ കുറിച്ച് ലോകം എഴുതിയതല്ല, നിന്നെ കുറിച്ച് സമൂഹം എഴുതിയതല്ല, നിന്നെ കുറിച്ച് വൈദ്യശാസ്ത്രം എഴുതിയതല്ല, നിന്റെ തലമുറ
തലമുറയെ കുറിച്ച് ലോകം എഴുതി വെച്ചതല്ല ശരി, മറിച്ച് ഇന്ന് രാത്രിയിൽ ദൈവം ചിലത് എഴുതി തുടങ്ങുകയാ. ദൈവം ഈ രാത്രി ചിലത് എഴുതി തുടങ്ങുകയാ. ഇന്ന് രാത്രിയിൽ അവന്റെ കരം നിനക്ക് വേണ്ടി, നിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ വായ്ത്തത്വങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുന്നെന്ന് വിശ്വസിക്കുന്നവർ, ആഴമേറി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആ ദൈവത്തിനോട് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രിയിലും ആ കരമാണ് നമ്മെ നയിക്കുന്നത്. ലോകം നിന്നെ കുറിച്ച് പലതും എഴുതിയെന്ന് വരാം, സമൂഹം നിന്നെ കുറിച്ച് പലതും എഴുതിയെന്ന് വരാം. എഴുതി നിർത്തിയിടത്തുനിന്ന് ദൈവം ആ വെള്ള പേപ്പറിൽ ചിലത് പുതിയത് എഴുതി തുടങ്ങുകയാ. ദൈവം ആ പേപ്പറിൽ പുതിയത് ചിലത് എഴുതി തുടങ്ങുകയാ. ഹല്ലേലൂയ. ഭക്തനായ മോശ എഴുതി നിർത്തിയിടത്ത് ദൈവം തന്റെ കരാങ്കുലികളാൽ എഴുതി തുടങ്ങി. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഒരു മടിയും കൂടാതെ ഞാൻ അവൻ ഏത് പ്രതിസന്ധിയിലും ഉത്തരമരുളും, അവൻ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ അവന് ചെയ്തു കൊടുക്കും. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന്റെ കരുത്തുള്ള കരം നമ്മൾ ഈ ടൈം സോൺ വ്യത്യസ്തമാണെങ്കിലും ഇന്ന് റാന്നിയുടെ, പത്തനംതിട്ട ജില്ലയുടെ റാന്നിയുടെ ഒരു മൂലയ്ക്ക് നിന്ന് ഞാൻ വചനം വിളിച്ചു പറയുമ്പോൾ ജർമ്മനിയുടെ ഏത് കോണിൽ നിങ്ങളായിരുന്നാലും അതിവേഗത്തിൽ ഓടുന്ന ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന പ്രതലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകലിൽ ഉറയ്ക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം അത്ഭുതമായി രാത്രി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രിയിൽ ആ കരം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണം, എന്റെ പേര് സന്തോഷ് എന്നാ. സന്തോഷ് യേശുവിനോട് പറ്റിയിരുന്നാൽ സന്തോഷിനെ യേശു വിടുവിക്കും. സന്തോഷ് യേശുവിനോട് പറ്റിയിരുന്നാൽ സന്തോഷിന്റെ പ്രതിസന്ധിക്കകത്ത് സന്തോഷിനെ അവൻ ഉയർത്തും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നെഞ്ചോട് കരം ചേർത്ത് വെച്ച് പറയണം, ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം ചിലത് ചെയ്യും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് കരുതും, എന്റെ ദൈവം എന്റെ പ്രതിസന്ധിയിൽ എന്നെ വിടുവിക്കും, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുന്ന കരമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 60-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. അപ്പോൾ പറ്റിയിരിക്കണമെങ്കിൽ ഒരു പ്രിയനായി മാറണം, പ്രിയനായി മാറണം. നമുക്കൊരായുസ് കൊണ്ട് പലർക്കും സ്നേഹിതരായി മാറാം, നമുക്കൊരായുസ് കൊണ്ട് പലർക്കും പ്രിയങ്കരായി മാറാം, നമുക്കൊരായുസ് കൊണ്ട് പലർക്കും ബഹുമാന്യരായി മാറാം, നമുക്കൊരായുസ് കൊണ്ട് പലർക്കും സഹോദര തുല്യരായി മാറാം. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിന്റെ ഇടയിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരായുസ് മുഴുവൻ കർത്താവ് നമുക്ക് നൽകിയിട്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം മുതൽ ഇന്ന് പകൽ ഈ രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാതാരവിന്ദത്തിൽ ഇരിക്കുന്ന ഈ സമയം വരെ ദൈവം നിങ്ങളെ നടത്തിയതോർത്തും കരുതിയതോർത്തും വിധങ്ങൾ ഓർത്തും നാം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ അവനോട് പറ്റിയിരിക്കാൻ ഈ ആയുഷിന്റെ ദിനത്തിൽ എത്ര വട്ടം നമുക്ക് അവസരം ലഭ്യമായി എന്നൊരു ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തോട് അടുക്കാൻ മുഖാന്തരമായി തീരണം. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിനോട് കൂടുതൽ ചേരാൻ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി തീരണം. നമ്മുടെ ദൈവദാസന്റെ പ്രേരണയാൽ, ദൈവിക നിയോഗത്താൽ ഉപവാസ പ്രാർത്ഥന 7 ദിനം കൊണ്ട് കഴിയുമ്പോൾ ഈ സഭയ്ക്കകത്തൊരു ഉണർവിന്റെ ജ്വാല കത്തണമെങ്കിൽ സമൂഹം ഒരുമിച്ച് അപ്പന്റെ പാതാരവിന്ദത്തിൽ ചേർന്ന് വരാൻ കഴിഞ്ഞാൽ, അവനോട് പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാര്യം നിനക്ക് വേണ്ടി അത്ഭുതമായി വെളിപ്പെടും. റോഡരികിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരമ്മ ഒരു കൊച്ചിന്റെ കയ്യിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ പിടിക്കും. വഴിയരികിൽ കൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിൽ അപ്പനും അമ്മയും മക്കളും കൂടെ നടന്നു പോകുമ്പോൾ അപ്പന്റെ കരുത്തുള്ള കരം അല്ലെങ്കിൽ അമ്മയുടെ കരുത്തുള്ള കരം ആ മകനെ ഇറുക്കി പിടിക്കും. ആ മകൻ ഹല്ലേലൂയ അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ ചേർത്ത് പിടിക്കുന്ന കരത്തിനകത്തൊരു സുരക്ഷിതത്വമുണ്ട്. ഈ രാത്രിയിലും നമ്മെ സുരക്ഷിതത്വത്തോടെ ചേർത്ത് പിടിച്ചൊരു മഹാദൈവത്തിന്റെ കരുത്തുള്ള സാന്നിധ്യമുണ്ട്.
നമ്മുടെ അപ്പനേക്കാൾ, നമ്മുടെ അമ്മയേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ നാം പറ്റിച്ചേരേണ്ടത് നമ്മുടെ ദൈവത്തോടായിരിക്കട്ടെ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ്റിച്ചേരാൻ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവറിയിൽ ഒഴുക്കിയിറങ്ങിയ ഗബത്ത മുതൽ ഗോൽഗോത്ത വരെ വീണും എഴുന്നേറ്റും പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ട് ഇരുമ്പാണികളാൽ അസ്ഥി മഞ്ചകൾ വേർപിടിക്കും വരെ വേദനയാൽ ഭാരപ്പെട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ ആ കാരിയോനിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ദൈവ കുഞ്ഞാടിന്റെ മഹാസ്നേഹമോർത്താൽ, അവന്റെ സംരക്ഷണത്തിന്റെ വലയം നമുക്ക് വേണ്ടി തുറന്നിട്ടതോർത്താൽ വാവൂട്ടിയിരിക്കാൻ കഴിയില്ല. നാം നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ വീണ്ടെടുപ്പുകാരന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ആ കർത്താവിന്റെ മഹാസ്നേഹം അവനോട് പറ്റിച്ചേർന്നാൽ അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഒന്നാമത് നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ്റിച്ചേരണം. ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദാനിയേൽ എന്ന ഭക്തനായ മനുഷ്യനാണ്. താൻ കർത്താവിന് പ്രിയനായി മാറി. എങ്ങനെയാണ് കർത്താവിന് പ്രിയനായി മാറിയത്? പ്രിയരായവർക്ക് പറ്റിച്ചേരാൻ കഴിയത്തുള്ളൂ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23, 10-ാം അധ്യായം 11, 10-ാം അധ്യായം 19-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ സമയത്തിന്റെ പരിമിതി മൂലം ആ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ പ്രവാചകനെ ദൈവത്തിന് പ്രിയനാക്കി മാറ്റിയത്, ദൈവത്തിന് പ്രിയങ്കരനാക്കി മാറ്റിയത് അവന്റെ പ്രാർത്ഥനയാണ്. നമ്മെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മാധ്യമം നമ്മുടെ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ പറ്റിച്ചേരാൻ കഴിയുന്ന ഒരു മാധ്യമം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് 3 വട്ടം ദൈവം ദാനിയേലിനെ വിളിക്കുന്നു, ഏറ്റവും പ്രിയനായ ദാനിയേലേ, എന്റെ പ്രിയ പുരുഷ ദാനിയേലേ, എന്റെ പ്രിയ പുരുഷ എന്നുള്ള പദങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ദാനിയേലിനെ പ്രിയനാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ജന്മം കൊണ്ട് ദാനിയേൽ പ്രിയനായി മാറിയില്ല. താൻ ജനിച്ച കുലത്തിന്റെ മഹിമയല്ല ദാനിയേലിനെ പ്രിയങ്കരനാക്കി മാറ്റിയത്. രാജവംശത്തിൽ ജനിച്ചത് കൊണ്ട് ദാനിയേൽ പ്രിയനായി മാറിയില്ല. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അനേക ആയിരങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ ചേർത്ത് പിടിച്ചതല്ല ദാനിയേലിനെ പ്രിയനാക്കി മാറ്റിയത്. മറിച്ച് 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാനിയേൽ പതിവ് പോലെ ദൈവസന്നിധി പ്രാർത്ഥനയിൽ പറ്റിയിരിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനയിൽ 3 വട്ടം ദിവസവും യെരൂശലേമിനെതിരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തനായ ചെറുപ്പക്കാരൻ ദാനിയേൽ എന്ന മനുഷ്യൻ. നമുക്ക് ദാനിയേലിനോട് ചോദ്യം ചോദിക്കാം, ദാനിയേലേ, എന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനം വല്ലതും ഉണ്ടോ? ദാനിയേൽ പറയും, എന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ വലിയ പ്രതിസന്ധി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ ഈ പ്രാർത്ഥന വലിയ പ്രയോജനമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ദാനിയേൽ പറയും, എന്റെ ഇന്നത്തെ പ്രതിസന്ധി ഇല്ലെങ്കിലും നാളെ എന്റെ ഇരുൾ മൂടിയ കാലാവസ്ഥയുടെ നടുവിൽ എനിക്ക് പ്രതികൂലമായ കാറ്റുയരുമ്പോൾ, എന്റെ കഷ്ടതയുടെ തിരമാലയ്ക്ക് നടുവിൽ എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥനയെ ഓർത്തുവെക്കുന്ന ഒരു മഹാദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രിയിലും വിളിച്ചു പറ, നീ ഒഴുക്കിയ കണ്ണുനീർ വൃഥാവല്ല, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന വൃഥാവല്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കകത്ത് ഇന്നൊരു പ്രവൃത്തി കണ്ടില്ലെങ്കിലും നാളെ നിന്റെ ഇരുൾ മൂടിയ പ്രതിസന്ധിക്കകത്ത് എന്റെ ദൈവം അത്ഭുതമായി വെളിപ്പെടും. അവൻ വിടുതലായി വെളിപ്പെടും, അവൻ സൗഖ്യമായി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ദാനിയേലിനെ ഒരു പ്രതിസന്ധിയുടെ കാറ്റടിക്കുകയാണ്. സിംഹത്തിന്റെ കുഴിക്കുള്ളിലേക്ക് ദാനിയേലിനെ വലിച്ചെറിയപ്പെട്ടു. സമയത്തിന്റെ പരിമിതി മൂലം നമുക്കെല്ലാം സുപരിചിതമായ വാക്യവും പശ്ചാത്തലവുമാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഏറെ പ്രതിസന്ധിയുടെ ഒരു കാലാവസ്ഥ. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രതിസന്ധിയുടെ കാറ്റിലേക്ക്, ഒരു തിരമാലയിലേക്ക് നമ്മുടെ ഭക്തനായ ദാനിയേൽ വലിച്ചെറിയപ്പെടുകയാണ്. രാത്രിയിൽ രാജാവ് വലിച്ചെറിയപ്പെട്ടെങ്കിലും രാവിലെ പ്രഭാതത്തിൽ ഒരു ബെഡ് കോഫി പോലും കുടിക്കാതെ രാജാവ് ഓടുന്ന ഒരു സ്ഥലമുണ്ട്, ദാനിയേലിനെ ഇട്ട സിംഹക്കുഴിയുടെ വാതിക്കലേക്ക്. ഞാൻ അവിടെ നിന്നൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സ്നേഹിതൻ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ യാത്രകളിൽ തന്നിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. തന്നോട് ഇച്ചിരി വൈരാഗ്യം ഉയർന്നു. നമ്മുടെ വീട്ടിൽ അദ്ദേഹം കടന്നു വന്നെന്നിരിക്കട്ടെ. ഒരു സംഭവ കഥയല്ല,
ഞാൻ നിങ്ങൾക്ക് ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണമായി പങ്കുവെക്കുന്നതേ ഉള്ളൂ. തൻ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രാത്രി താൻ കിടപ്പുമുറിയിലേക്ക് പോകുന്നുണ്ടേ നമ്മൾ ആ തനിക്ക് കൊടുക്കുന്ന പാലിനകത്ത് അല്പം വിഷമൊക്കെ ചേർത്ത് കൊടുത്തത് ആ മുറിക്കുള്ളിലേക്ക് തന്നെ ഉറങ്ങാൻ വിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ വാതിൽ കൊട്ടുന്ന ഒരു അനുഭവം നാം ഒന്ന് ചിന്തിച്ചേ. തലേ രാത്രി മാസങ്ങളായി ആഴ്ചകളായി കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞിട്ട് രാവിലെ രാജാവ് എഴുന്നേറ്റ് ഓടുകയാ ദാനിയേലിനെ ഇട്ട സിംഹത്തിന്റെ കുഴിയുടെ വാതിക്കലേക്ക്. എന്നാൽ ഞാൻ അവിടെ നിന്നൊരു ദൂത് ഞാൻ പറയാം. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും രാജാവിനൊരു കാര്യം അറിയായിരുന്നു. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രാർത്ഥിക്കുന്നവനെ ഉടയ്ക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാനിയേലിന്റെ സിംഹത്തിന്റെ കുഴിയുടെ വാതിക്കൽ ചെന്ന് രാജാവ് വിളിക്കുന്നത്, ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരോട്, പ്രാർത്ഥിക്കുന്ന മാതാക്കളോട്, പ്രാർത്ഥിക്കുന്ന തലമുറയോട് ഞാനൊരു ദൂത് വിളിച്ചു പറയാ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവസന്നിധി പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കാൻ നീ തയ്യാറായാൽ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ നീർച്ചാലുകൾക്ക് നടുവിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതമായി വെളിപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സിംഹത്തിന്റെ ഒരു കുഴിയുടെ വാതിക്കൽ ചെന്ന് നമ്മളൊക്കെ കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടുണ്ട്. ഒരു സിംഹത്തിന്റെ കുഴിയിലേക്ക് ഒരു ബോൺ എടുത്തിട്ടാൽ, ഒരു മാംസം എടുത്തിട്ടാൽ, അല്ലെങ്കിൽ ഒരു അസ്ഥി എടുത്തിട്ടാൽ ചെമ്മ് തീരുന്നതിന് മുമ്പേ സിംഹം അത് അകത്താക്കും. ഇപ്പോൾ ദാനിയേൽ കഴിഞ്ഞ നാളുകളിൽ കിളിവാതിൽ തുറന്നിട്ടൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് ദാനിയേലല്ല, സിംഹം പ്രാർത്ഥിക്കുക. എങ്ങനെങ്കിലും ഇവനെ ഈ കുഴിക്കകത്തു നിന്ന് പുറത്തെടുത്തിട്ട് വേണം എനിക്ക് ഈ വായൊന്ന് ചലിപ്പിക്കാൻ. നിനക്ക് വേണ്ടി അലറിയെടുക്കുന്ന സിംഹത്തിന്റെ വാ പോലും നിന്റെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ അടയ്ക്കാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരങ്ങളെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. പ്രതിസന്ധി ഇല്ലാത്തപ്പോൾ നീ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്ക്. നിന്റെ പ്രതിസന്ധിയുടെ 4-ാം യാമത്തിൽ എന്റെ ദൈവം സഹായകനായി നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വെളിപ്പെടും. അവൻ നിന്നെ സഹായിക്കുന്നവനാണ്, അവൻ നിന്നെ കരുതുന്നവനാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാം അനുഗ്രഹീതനായ ദൈവദാസ് ഇംഗ്ലണ്ട് സന്ദർശനത്തിനായി കടന്നു വന്ന പ്രത്യേക സാഹചര്യം. അവിടെയുള്ള പുരാതനമായ പള്ളികളൊക്കെ കണ്ടതിന് ശേഷം ഗൈഡിനോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഗൈഡ് പറഞ്ഞു, അനുഗ്രഹീതനായ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ജോൺ വെസ്ലിയുടെ ഭവനം ഇവിടെ അടുക്കലാണ്, കാണാൻ താല്പര്യമുണ്ടോ? ഈ ബില്ലി ഗ്രഹാമും തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും പറഞ്ഞു കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഭവനത്തിലേക്ക് ചെന്നു. അവിടുത്തെ ഓരോ ക്രമീകരണങ്ങളും ഗൈഡ് കാണിച്ചു. അവസാനം ആ ഗൈഡ് പറഞ്ഞു, ഇതാണ് ആ ജോൺ വെസ്ലി എന്ന ഭക്തനായ മനുഷ്യൻ ഉപയോഗിച്ച തന്റെ പ്രാർത്ഥന മുറിയും പഠനമുറിയും തന്റെ കിടപ്പുമുറിയും. ആ മുറിക്കുള്ളിലേക്ക് ബില്ലി ഗ്രഹാം നടന്നു കയറുകയാണ്. കയറുമ്പോൾ ആ ചുവരിൽ ഒട്ടിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങളൊക്കെ ബില്ലി ഗ്രഹാം കണ്ടു. തന്റെ മുറിയിൽ താൻ ഉപയോഗിച്ചിരുന്ന കസാര, താൻ ഉപയോഗിച്ചിരുന്ന മേശ, താൻ കിടന്ന കട്ടിൽ ഒക്കെ അവിടെ കണ്ടു. ആ ഗൈഡ് ആ മുറിയെല്ലാം കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി. തന്നോടൊപ്പം വന്നവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. താൻ ആ മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ ആ കട്ടിലിന്റെ അടിയിൽ ഒരു മാറ്റ് കിടക്കുന്നു. ആ ബില്ലി ഗ്രഹാം ആ മാറ്റ് വലിച്ച് പുറത്തേക്കൊന്നിട്ടു. ആ പുറത്തേക്കിട്ട മാറ്റിന്റെ ഉള്ളിൽ 2 ദ്വാരങ്ങൾ. മുഴങ്കാലുകളിൽ വെസ്ലി എന്ന ഭക്തനായ മനുഷ്യൻ, ജോൺ വെസ്ലി എന്ന ഭക്തനായ മനുഷ്യൻ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ച ആ പാടുകൾ ആ മാറ്റിൽ കിടക്കുകയാണ്. ഈ ഭക്തനായ ബില്ലി ഗ്രഹാം എന്ന ഈ മനുഷ്യൻ ആ മാറ്റിലേക്ക് മുഴങ്കാൽ മടക്കി ഇരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഗൈഡ് മറ്റുള്ളവരെ എല്ലാം കാണിച്ചിട്ട് ഈ മുറിക്കുള്ളിൽ കടന്നു വന്നപ്പോൾ ബില്ലി ഗ്രഹാം ഈ മാറ്റിനുള്ളിൽ മുഴങ്കാൽ മടക്കി നിൽക്കുകയാണ്. ഗൈഡ് ചോദിച്ചു, മറ്റുള്ളവരെല്ലാം പോയി, നമുക്ക് പോകണ്ടേ സാർ? അപ്പോൾ ഈ ഭക്തനായ ബില്ലി ഗ്രഹാം പറഞ്ഞു, ജോൺ വെസ്ലി എന്ന ഭക്തനായ മനുഷ്യൻ തന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ പ്രയോജനപ്പെട്ടതും തന്റെ പ്രാർത്ഥനയിൽ ഈ ലോകരാജ്യം ചലിച്ചതും ഈ പ്രാർത്ഥന മുറിയിൽ, ഈ പ്രാർത്ഥന മാറ്റിൽ നിന്നുകൊണ്ടാണ്. ഞാൻ അല്പസമയം ഈ പാറ്റിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്തിനാണ് സാറ് പ്രാർത്ഥിക്കുന്നത്? എന്റെ രാജ്യം ഒന്ന് ചലിക്കണം, എന്റെ സമൂഹം യേശുവിനോടൊപ്പം സഞ്ചരിക്കണം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരോട്, മാതാക്കളോട് പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത് പറയാം. ഇന്ന് രാത്രി നിന്റെ തലമുറ
തലമുറകൾക്ക് വേണ്ടി നീ ഒരു പ്രാർത്ഥന മുറിയിൽ ഒരു പ്രാർത്ഥന വീരിയായി മാറിയാൽ, ഒരു മതിലായി തീർന്നാൽ, നിനക്ക് വേണ്ടി ചിലത് ചലിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവദാസന്മാർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കിക്കോ, പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കിക്കോ. ജർമ്മനിയുടെ മണ്ണിനെ ചലിപ്പിക്കാൻ കഴിയുന്ന, ജർമ്മനിയുടെ മണ്ണിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ചില നിയോഗങ്ങൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ ഈ രാത്രി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഭക്തനായ മനുഷ്യന്റെ മുഴങ്കാലുകളിലെ പ്രാർത്ഥന തന്റെ ശുശ്രൂഷയിൽ ഭയങ്കരമായി വെളിപ്പെട്ടെങ്കിൽ, താൻ ചെന്നു നിന്ന മേഖലയിൽ ഭൂതങ്ങൾ അലറിയോടിയെങ്കിൽ, അവിടെ ചെന്ന മേഖലയിൽ സൗഖ്യം വ്യാപരിച്ചെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്നിൽ കൊണ്ടും അത് ചെയ്യിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും ആ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതമായി വെളിപ്പെടുകയാണ്. നമ്മെ പ്രിയരാക്കി മാറ്റിയാൽ, പറ്റിച്ചേർന്നാൽ അവൻ വിടുവിക്കും. സിംഹത്തിന്റെ കുഴിക്കകത്താന്നേലും എന്റെ കർത്താവ് വിടുവിക്കാൻ ശക്തനാണ്. രണ്ടാമത്, ദൈവത്തിന് പ്രിയനായി മാറിയ, യേശുവിന് പ്രിയനായി മാറിയ വ്യക്തിത്വം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം ലഭ്യമാകുമ്പോൾ വായിച്ചാൽ മതി. പത്രോസും അടക്കമുള്ളവരും ഇരിക്കുമ്പോൾ മാർത്തയും മറിയയും ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മറിയ വന്ന് പറയുന്നുണ്ട്, അവനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്നറിയില്ല. അപ്പോൾ പറയുന്നു, പത്രോസും യേശുവിന് പ്രിയനായ ഒരു ശിഷ്യൻ. യോഹന്നാൻ എഴുതിയത് കൊണ്ടായിരിക്കാം യോഹന്നാൻ തന്റെ പേരവിടെ ധരിച്ചില്ല. യോഹന്നാൻ യേശുവിന് പ്രിയനായി മാറി. എങ്ങനെയാണ് യോഹന്നാൻ യേശുവിന് പ്രിയനായി മാറിയത്? യോഹന്നാൻ യേശുവിന് പ്രിയനായി മാറാൻ കാരണം, മുഖപക്ഷമില്ലാത്ത കർത്താവിന്റെ കൂടെ 12 ശിഷ്യന്മാര് തന്നെ അനുഗമിച്ചെങ്കിലും, വെളിപ്പാടും ദൈവരാജ്യത്തിന്റെ താക്കോലും പത്രോസ് ഏറ്റുവാങ്ങിയെങ്കിലും, യോഹന്നാൻ യേശുവിന് പ്രിയനായി മാറി. എന്താണ് യോഹന്നാൻ യേശുവിന് പ്രിയനാക്കി മാറ്റിയത്? മാറോട് ചാരാൻ യോഹന്നാൻ തയ്യാറായി. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ഹൃദയമെടുപ്പ് കേൾക്കാൻ, അവന്റെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം കേൾക്കാൻ ആരൊക്കെ അടുത്തു വരുന്നോ അവർക്ക് വേണ്ടി എന്റെ ദൈവം അടുത്തു വരുന്നവനാണ്. നാം എത്ര സ്റ്റെപ്പ് യേശുവിനോടൊപ്പം വെക്കുവാൻ അടുക്കുന്നോ, അതിന്റെ 10 മടങ്ങെങ്കിലും എന്റെ കർത്താവ് നിങ്ങളോട് അടുക്കാൻ ഈ രാത്രി താല്പര്യപ്പെടുകയാണ്. യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാൻ. കൂടെ നടന്നാൽ പോരാ, നെഞ്ചോട് പറ്റണം. കൂടെ നടക്കുന്ന ശിഷ്യന്മാർ അനേകരുണ്ട്, എന്നാൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാരല്ല, അതിനേക്കാൾ ഉപരിയായി യേശുവിന്റെ മാറോട് ചാരാൻ ഒരുവൻ തയ്യാറായപ്പോൾ, പത്മോസ് എന്ന പ്രതിസന്ധിയുടെ നടുവിൽ വലിയ സർപ്പങ്ങൾ കൊണ്ട് നിറയപ്പെട്ട വിഷസർപ്പങ്ങളുള്ള പത്മോസ്, ഹല്ലേലൂയ, സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട പത്മോസ്, കഴുകൻ കണ്ണുകൾ കാത്തു നിൽക്കുന്ന പത്മോസ്, ഹല്ലേലൂയ, മുമ്പ് വീണ് മരിച്ചവരുടെ അസ്ഥി കൂമ്പാരങ്ങൾ കൂടപ്പെട്ട് കിടക്കുന്ന പത്മോസ്. എന്നാൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, പത്മോസിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, വെളിപ്പാടിന്റെ ആധിക്യത്താൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ മാറോട് ചാരുന്നവൻ തകരില്ല, മാറോട് ചാരുന്നവൻ തകരില്ല, മറിച്ച് മാറോട് ചാരുന്നവന് വേണ്ടി ഒരു ദൈവ സാന്നിധ്യം ചലിക്കൂ. ആ യോഹന്നാൻ പ്രതിസന്ധിക്കകത്ത് കണ്ടത് സർപ്പങ്ങളെ അല്ല, കഴുകൻ കണ്ണുകളെ അല്ല, അസ്ഥി കൂമ്പാരങ്ങളെ അല്ല, സമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രതലങ്ങളെ അല്ല, മറിച്ച് യോഹന്നാൻ കണ്ടത്, ഹല്ലേലൂയ, വെള്ളോട് സദൃശ്യമായ കാലുള്ളവൻ, മാറത്ത് പൊൻകച്ച അണിഞ്ഞവൻ, 7 നിലവിളക്കിന്റെ നടുവിൽ ഉലാവുന്ന ദൈവകുമാരൻ, പത്മോസിന്റെ പ്രതിസന്ധിക്കകത്ത് മാറോട് ചാരുന്നവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു രാത്രിയായി രാത്രി മാറട്ടെ. ഇന്ന് രാത്രി മാറോട് ചാരാൻ കഴിയുമോ? മാറോട് ചാരാൻ കഴിയുമോ? മാറോട് ചാരാൻ കഴിയുമോ? നിന്റെ പത്മോസിനകത്ത് എന്റെ ദൈവം വെളിപ്പെടും. പത്മോസിനകത്ത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. കൊണ്ടിട്ടവരും ലോകവും പറഞ്ഞു യോഹന്നാൻ തീർന്നു. കൊണ്ടിട്ടവരും സമൂഹവും പറഞ്ഞു യോഹന്നാന്റെ ചരിത്രം അവസാനിച്ചു. എന്നാൽ പത്മോസിനകത്ത് യോഹന്നാന്റെ ചരിത്രമല്ല അവസാനിച്ചത്,
മറിച്ച് എപ്പസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്ന 12 സഭകൾക്കും ഹല്ലേലൂയ വരുവാനുള്ള തലമുറയ്ക്കും ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആഴമേറിയ ദൂത് പങ്കുവെച്ചത് പത്മോസിന്റെ പ്രതിസന്ധിക്കകത്ത്. ഇന്ന് രാത്രി മാറോട് ചാരുന്നവന് ദൈവത്തിന്റെ വെളിപ്പാട് പങ്കുവെക്കും. ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്ന ദൈവദാസന്മാരെ, ആരാധിക്കുന്ന ദൈവജനമേ, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നെ തകർക്കുമില്ല, നിന്നെ പണിത് പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ചലിക്കുന്നുണ്ട്. ഓ രമന ഹർഷദാബോയുടെ ഭവാന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കാൻ കഴിയുന്ന അധികാരത്തിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ജയം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ്. മാറോട് ചാരുന്നവന്റെ പ്രതിസന്ധിക്കകത്ത് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ലോകം പറഞ്ഞവസാനിക്കുമെന്ന്, എന്നാൽ ലോകം കഴിഞ്ഞുള്ള ചരിത്രത്തെ എഴുതി രേഖപ്പെടുത്താൻ യോഹന്നാന്റെ പത്മോസിന്റെ പ്രതിസന്ധിക്കകത്ത് എന്റെ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. മൂന്നാമത്തെ വ്യക്തിത്വം, ഈ വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് യേശുവിനെ പ്രിയനായി മാറിയത്. ലാസർ യേശുവിന് പ്രിയനായി മാറി. വേദപുസ്തകത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ ചരിത്രമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആ ബാക്ക്ഗ്രൗണ്ട് നാം പരിശോധിക്കുമ്പോൾ യേശുവിനെ ആരും വീട്ടിൽ കൈക്കൊള്ളാതിരുന്ന ഒരു കാലഘട്ടം. വീട്ടിൽ കൈക്കൊണ്ടാൽ അവന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ ആരും സഹായത്തിന് വെളിപ്പെടാത്ത ഒരു കാലഘട്ടം. പള്ളിപ്രശ്നം പോലും ഏൽപ്പിക്കുന്ന കാലഘട്ടം. ആരാധിച്ചു കൂടി വരുന്ന ആ പള്ളിയിൽ നിന്ന് പോലും യേശുവിനെ ചേർത്ത് പിടിച്ചാൽ പുറത്താക്കപ്പെടുമോ എന്നുള്ള ചിന്തകൾ ഉയരുന്ന ആ പ്രതിസന്ധിയുടെ കാലഘട്ടം. അപ്പനില്ലാത്ത വീട്ടിൽ, അമ്മയില്ലാത്ത വീട്ടിൽ, 2 സഹോദരിമാർ മാത്രമുള്ള ഭവനത്തിൽ യേശുവിനെ കൈക്കൊണ്ടതാണ് ലാസർ യേശുവിന് പ്രിയനായി മാറിയത്. ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ചില പിതാക്കന്മാർക്കെങ്കിലും, ചില മാതാക്കൾക്കെങ്കിലും, ചില കൊച്ചുമക്കൾക്കെങ്കിലും പറയാൻ കാണും, അലിയ അപ്പൻ സ്നാനപ്പെട്ടപ്പോൾ, അല്ലെ വല്യപ്പച്ച സ്നാനപ്പെട്ടപ്പോൾ സമൂഹം മാറ്റി നിർത്തിയതും ഇറക്കി വിട്ടതും ഒക്കെ പറയാൻ പലർക്കും കാണും. നാട്ടുകാരും വീട്ടുകാരും ഉറ്റവരും ഉടയവരും എല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞ കാലഘട്ടത്തിൽ നീ യേശുവിനെ ചേർത്ത് പിടിച്ചത് കൊണ്ട്, അവനോട് പറ്റിയിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില അത്ഭുതത്തിന്റെ കരം ഈ ജർമ്മനിയുടെ മണ്ണിൽ പോലും നിന്നെ കൊണ്ടെത്തിക്കാൻ ഒരു മുഖാന്തരമായത് നിന്റെ അപ്പൻ ജീവനോടെ നിന്ന് യേശുവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി മുതൽ കൊടുത്തതാണ്. ഹല്ലേലൂയ. എന്റെ അപ്പൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് താൻ ഇറങ്ങി പുറപ്പെടുന്ന കാലഘട്ടത്തിൽ ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്നു. എന്നാലും വിശ്വാസത്തിന് വേണ്ടി നിന്നു. 50 വർഷങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ, ആരോടും ദൈവവചനം പങ്കുവെക്കാൻ താൻ ഏറെ ദൃഢതയുള്ളവനായിരുന്നു. പണ്ട് ദൈവവചനം പങ്കുവെക്കാൻ പല ഭവനത്തിൽ ചെല്ലുമ്പോൾ എന്റെ പിതാവിനെ കേറ്റരുതെന്ന് പറയുമായിരുന്നു. സുവിശേഷം പങ്കുവെച്ച് അനേക ആയിരങ്ങളെ ചേർത്ത് പിടിക്കാൻ എന്റെ അപ്പന് കരുത്തു പകർന്നത് ഈ വചനം ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിലും ഇവിടെ നിന്ന്, ഈ റാന്നിയുടെ മണ്ണിൽ നിന്ന്, ജർമ്മനിയിൽ നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കുമ്പോഴും എനിക്കൊരു അഭിമാനമുണ്ട്. എന്റെ അപ്പൻ ഉയർത്തിപ്പിടിച്ച, ചേർത്ത് പിടിച്ച വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും എന്നെ പ്രയോജനപ്പെടുത്താൻ ഉപയോഗപ്രദമായി മാറി. ഈ വചനം ഞാൻ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി മുഖാന്തരമായത് എന്റെ അപ്പൻ സുവിശേഷം അറിഞ്ഞത് കൊണ്ടാണ്. എന്റെ അപ്പൻ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. അന്നമ്മ മാമൻ എന്ന അനുഗ്രഹീതയായ ദൈവദാസി, ഏറെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മാന്യ സഹോദരി, ഒരു ധീര പോരാളിയായിരുന്നു. ആ പ്രിയ സഹോദരി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ വീട്ടിൽ പ്രതിസന്ധി ഉയർന്നു. സ്നാനപ്പെട്ട് ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ അപ്പനും അമ്മയും സഹോദരങ്ങളും അടക്കമുള്ളവർ ഭവനത്തിൽ നിറക്കി വിട്ട സന്ദർഭം. രാത്രിയുടെ കൂരിരുളിന്റെ നടുവിൽ പ്രതിസന്ധിയുടെ തിരമാലകൾ തന്റെ ജീവിതത്തിൽ ഉയർന്നു വന്നപ്പോൾ തൊട്ടപ്പുറത്തുള്ള വാഴത്തോപ്പിലേക്ക് താൻ പോയിരുന്ന് ആ വാഴക്കച്ചിക്കടയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പാട്ടിന്റെ ശകലങ്ങൾ ഇപ്രകാരമായിരുന്നു:
ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചെന്നാലും, എന്റെ ദേഹം ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എനിക്കുള്ളത് മുഴുവൻ പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും എന്റെ രക്ഷകനായി. എന്റെ ഊർത്തശ്വാസം അവസാനിക്കുന്നിടം വരെ യേശുവിനോടൊപ്പം, യേശുവിന് വേണ്ടി മാത്രം. ഓ, ജീവൻ വച്ചിടും എന്റെ രക്ഷകനായി. എന്റെ അന്ത്യശ്വാസം വരെയും പ്രതിസന്ധികൾ ഉയരാൻ സാധ്യതയുണ്ട്. ഈ രക്ഷകനെ കണ്ടുമുട്ടിയാൽ, ഭവനത്തിൽ കൈക്കൊണ്ടാൽ പ്രതിസന്ധികൾ ഉണ്ട്. എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരുവൻ തയ്യാറായി. അവന്റെ പേരാണ് ലാസർ. ലാസറെ നീ ചേർത്ത് പിടിച്ചാൽ നിനക്ക് എന്താ പ്രയോജനം? ലാസറെ, നിന്റെ മരണ നിഴലിൻ താഴ്വരയ്ക്കകത്ത്, നിന്നെ മരണത്തിനകത്ത് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. യേശുവിനെ ചേർത്ത് പിടിച്ചാൽ, യേശുവിന്റെ മാറോട് ചാരിയാൽ, മരണത്തിന് പോലും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. മരണപാശങ്ങൾക്ക് പോലും നിന്നെ തകർക്കാൻ കഴിയില്ല. ഓ, കടന്നു പോകുന്ന തിരമാലയ്ക്ക് നടുവിൽ, കടന്നു പോകുന്ന മരണത്തിന്റെ നിഴലിൻ താഴ്വരയ്ക്കകത്ത്, ലോകം പറഞ്ഞവന്റെ കണ്ണഴുകി മാറി, ലോകം പറഞ്ഞവന്റെ മാംസം അവന്റെ അസ്ഥിയിൽ നിന്ന് വിട്ടുമാറി, ഓ, ലോകം പറഞ്ഞവനെ ഇനി കൊള്ളില്ല. എന്നാൽ ദൈവം പറയുന്നു, ലാസറെ പുറത്തു വാ. ഇന്ന് രാത്രിയിൽ പറ്റിയിരിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വന്നാൽ, 4 നാളായാലും നാറ്റം ഭവിച്ചാലും, എന്റെ കർത്താവ് നിന്റെ കല്ലറയ്ക്കകത്ത് വന്നാൽ നീ സൗഖ്യം പ്രാപിക്കും, നീ വിടുതൽ പ്രാപിക്കും. ഇന്ന് രാത്രിയിൽ ആ വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത്, വ്യക്തിബന്ധങ്ങൾക്കകത്ത് ചലിക്കാൻ കരുത്തുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വന്നാൽ, നിന്റെ മരണ നിഴലിൽ താഴ്വരയിൽ, പ്രതിസന്ധിയുടെ കാറ്റിന്റെ നടുവിൽ എന്റെ ദൈവം ശരണമായി എന്നും നിന്നോടൊപ്പമുണ്ട്. ആരെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും, അപ്പനും അമ്മയും നിന്നെ വിട്ടുപോയാലും, നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിനക്ക് സഹായമില്ലെങ്കിലും, എന്റെ അപ്പന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്നവരോട്, നിന്നെ വിടുവിക്കാൻ ആരുമില്ലെങ്കിലും, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയും, ഞാൻ ആരാധിക്കുന്ന ഒരു ഊമദൈവത്തെ അല്ല. കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്ത, ചെവിയുണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്ത, കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്ത, കരമുണ്ടായിട്ടും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അനങ്ങാപ്പാറ ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഭൂലോകവും തന്റെ പാദം തന്നിൽ വണങ്ങുന്ന, ഏത് നാവും ഒരുപോലെ ഏറ്റുപാടുന്ന യേശുവിന്റെ അതുല്യമായ സാന്നിധ്യം നിന്റെ ഏത് പ്രതിസന്ധിക്കകത്ത്, ഏത് തിരമാലയ്ക്കകത്ത്, ഏത് ശോധനയ്ക്കകത്ത്, ഏത് നെടുവീർപ്പിനകത്ത് വെളിപ്പെടാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളയില്ല. നദിയിൽ കൂടെ കടന്നാൽ അത് നിന്റെ മീതെ കവിയത്തില്ല. തീക്കകത്തൂടെ നീ നടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. ഒരു പ്രാവശ്യമെങ്കിലും, ഒരു തവണയെങ്കിലും യേശുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വിടുവിച്ചിരിക്കും. ഇന്ന് രാത്രി പറയണം, വിടുവിച്ചാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു, എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിക്കില്ല. നാലാമനായി ഒരുവൻ നിന്റെ തീക്കകത്തുണ്ട്, നിന്റെ പ്രതിസന്ധിക്കകത്തുണ്ട്, നിന്റെ തിരമാലയ്ക്കകത്തുണ്ട്, നിന്റെ ശോധനയ്ക്കകത്തുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ കഷ്ടത? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ വേദന? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ നിരാശ? എന്റെ നാഥന് പറയാനൊരു മറുപടിയുണ്ട്. ഇമ്മുള്ള വേദന, നൽകുന്ന ശോധന വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് പൊന്നിലും. ഇതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയും. പറ്റിയിരിക്കാൻ കഴിയുമോ? ചേർന്നിരിക്കാൻ കഴിയുമോ? മാറോട് ചാരാൻ കഴിയുമോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ കരുത്തുള്ള സാന്നിധ്യം ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുകയാണ്. യോശുവയോട് ചോദിച്ച യോശുവ പറയും, നിയമപ്പെട്ടകം എടുത്ത് ചുമലി വെച്ചുകൊണ്ട് നടന്നു നീങ്ങിയ പുരോഹിതന്മാരുടെ കാല വെള്ളത്തിന്റെ അഗ്രഹത്തൊന്ന് ചവിട്ടിയപ്പോൾ വെള്ളം 2ആയി മാറി.
ഉണങ്ങിയ നിലത്തൂടെ അവർ അക്കരെ കടന്നു. മരണ യോർദാൻ പോലും ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ മാറും. മരണ യോർദാൻ പോലും ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ മാറും. മരണ യോർദാൻ പോലും പറ്റിയിരിക്കുന്നവനെ തകർക്കാൻ കഴിയില്ല. മരണ യോർദാൻ പോലും ചേർന്നിരിക്കുന്നവനെ തകർക്കാൻ കഴിയില്ല. പുരോഹിതന്മാരുടെ തോളിലിരുന്ന വചനത്തിന്റെ ശക്തി അവരുടെ മൺകൂടാരത്തിൽ കൂടെ കാലിന്റെ അഗ്രഭാഗത്തേക്ക് ചലിച്ചപ്പോൾ അതൊരു ദൈവശക്തിയായി മാറിയെങ്കിൽ ഇന്ന് പകലിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. ഇന്ന് പകലിൽ നിന്റെ കാൽ ചവിട്ടുന്ന ഇടം, നീ പ്രവർത്തിക്കുന്ന ഇടം നിനക്ക് വേണ്ടി ദൈവം തരാൻ ഈ രാത്രി വിശ്വാസനാണ്. പ്രതിസന്ധിക്കകത്ത് എന്റെ ദൈവം നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അനുഭവ സാക്ഷി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിക്കൽ കോന്നിക്കടുത്തുള്ള ഒരു സഭയ്ക്കകത്ത് ഒരു ദൈവശബ്ദം മുഴങ്ങി. ഒരാക്രി പിറക്കി ജീവിക്കുന്ന ഒരു മാന്യ സഹോദരി തന്റെ മകൾ +1 വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം കട്ടപ്പനയിൽ നിന്നൊരു ദൈവദാസൻ കടന്നു വന്ന് ആ സഭയ്ക്കുള്ളിൽ കടന്നു വന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഈ മകളുടെ തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ കാനഡയിൽ അയക്കും. യോഗം കഴിഞ്ഞു, ദൈവദാസൻ പോയി, സഭാജനങ്ങൾ മുഴുവൻ കടന്നു വന്നു. എപ്പോഴാ പോന്നേ, എപ്പോഴാ ടിക്കറ്റ് എടുക്കുന്നേ? കാരണം അമ്മ ആക്രി പറക്കി ജീവിക്കുന്ന ഒരു അമ്മയാ, ഒരു സാധ്യതയ്ക്കും വകയില്ല. ഈ മകള് വീട്ടിൽ ചെന്നു, അമ്മയോട് ചോദിച്ചു, അമ്മേ പണ്ടേ മുറിഞ്ഞിരിക്കുക, വീണ്ടും മുറിക്കാൻ എന്തിനാ അമ്മേ ഇങ്ങനൊരു ദൂത്? അപ്പൊ അമ്മ പറഞ്ഞു, മോനെ നിന്നോട് കട്ടപ്പനയെന്ന് വന്ന ദൈവദാസനല്ല ദൂത് പറഞ്ഞ്, പറിച്ച് നിന്നോട് ദൂത് പറഞ്ഞത് മഹാദൈവത്തിന്റെ സാന്നിധ്യമാ. നിനക്ക് വേണ്ടി അത് അത്ഭുതമായി വെളിപ്പെടും. +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രിയ മകളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മകള് നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അമ്മയോട് പറഞ്ഞു, എനിക്ക് നേഴ്സിംഗ് പഠിക്കണം. അമ്മ പറഞ്ഞു, എല്ലാ വിദ്യാർത്ഥികൾക്കും, നിന്നോടൊപ്പമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇടുന്നത് പോലെ മനോഹരമായ വസ്ത്രം ഒന്നും മേടിച്ചു തരാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് പകൽ ആക്രി പറക്കുന്നേ, രാത്രിയൂടെ ഞാൻ പറക്കി, പ്രിയ മോളെ ഞാൻ നിന്നെ പഠിക്കാൻ വിടാം, എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഈ അമ്മയോട് മകള് പറഞ്ഞു, അമ്മയെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഈ മകള് പഠിക്കാൻ ഒരു പ്രതലത്തിൽ പോയി. തന്നോടൊപ്പം രാത്രി ആ മുറി ഷെയർ ചെയ്തിരുന്നത് ഒരു തൃശ്ശൂരുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു പെങ്കൊച്ച. ആ പെങ്കൊച്ചിന് അസഹനീയമായ വയറുവേദന. 1-2 ദിവസം കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെ നോക്കിയിട്ടും എല്ലാം ബുദ്ധിമുട്ടാണ്. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഒരു സാധ്യതയുമില്ല. ഈ കൊച്ചുങ്ങളുടെ അമ്മയും അപ്പനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗത്തിൽ വരണം, ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ മോള് പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ, ഈ ആക്രി പറക്കുന്ന അമ്മയുടെ മോള് പറഞ്ഞു, കൂട്ടുകാരി 3 ദിവസം ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല, 3 ദിവസം എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാൻ പോകാം, 3 ദിവസം ഞാൻ ഉപവസിക്കാൻ പോവാ. ഈ മകൾ ഉപവസിക്കാൻ തുടങ്ങി. 1-ാമത്തെ ദിവസം കഴിഞ്ഞു. ഈ മോള് പോയി ക്യാൻറ്റീനിൽ നിന്ന് മെസ്സിൽ പോയി ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്ന് ഈ കൂട്ടുകാരി കുഞ്ഞിന് കൊടുക്കും. അവള് കഴിക്കും, അവിടെ കിടക്കും, ഈ പ്രകൾ പ്രാർത്ഥിക്കും. 2-ാം ദിവസം രാത്രിയായപ്പോ കടശലായ വയറുവേദന ഉയരുകയാ. ഈ കുഞ്ഞ് തന്റെ വേദപുസ്തകം എടുത്ത് കരുത്തി പിടിച്ചു. എന്നിട്ട് ഈ കുഞ്ഞ് ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുപ്പാ, എന്റെ ദൈവദാസൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ഞായറാഴ്ച ആരാധനയ്ക്കകത്തൊക്കെ പറയുന്നൊരു പദമുണ്ട്, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന്. ആ കൊച്ച വേദപുസ്തകം എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തപ്പിപ്പറക്കി ആ വാക്യം കണ്ടുപിടിച്ചു. ഇടത്തെ കയ്യിൽ ആ വേദപുസ്തകം തുറന്നു വെച്ച് ആ വിരലിന്റെ അഗ്രം ആ വാക്യത്തിലേക്ക് വെച്ചു, മറ്റേ കരം അപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ മേലിലേക്ക് വെച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചേ, എന്റെ ഇടത്തെ കയ്യിലിരിക്കുന്ന വചനത്തിനകത്ത് അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് പറയുന്ന ഈ ശക്തി എന്റെ മൺകൂടാരത്തിൽ കൂടെ കടന്ന് ഇപ്പുറത്ത് കിടക്കുന്ന ഈ കുഞ്ഞിന്റെ മൺകൂടാരത്തിൽ, എന്റെ കൂട്ടുകാരിയുടെ മൺകൂടാരത്തിൽ ഒരു സൗഖ്യമായി വ്യാപരിക്കണം. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ദൈവശക്തി ഈ കുഞ്ഞിന്റെ മൺകൂടാരത്തിൽ കൂടെ കയറിയിറങ്ങി അപ്പുറത്ത് കിടന്ന പിഞ്ചോമനയുടെ ആ കൂട്ടുകാരിയുടെ ശരീരത്തിൽ സൗഖ്യമായി വ്യാപരിച്ചു. ഒരു ബഹളം, ആ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. മുറിക്കകത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കോളേജ് അധികാരികൾ ഓടിയെത്തി, എന്താണ് സംഭവം? ആ നിർത്താൻ കഴിയാത്ത കുഞ്ഞ് ആരാധിക്കുകയാണ്. പിറ്റേ ദിവസം അമ്മയും അപ്പനും വന്നു. എന്താണ് മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ആ മകള് പറഞ്ഞു, എന്റെ കൂട്ടുകാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു,
പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവശക്തി എന്റെ മേൽ വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കിടന്ന കട്ടിലിനകത്തുനിന്ന് തെറിച്ച് എന്റെ ആ ഫ്ലോറിലേക്ക് വീണു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു ശക്തി എന്നെ നിർത്താൻ കഴിയാത്ത തലത്തിൽ പൊക്കി എറിയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്റെ ഉദരത്തിലുണ്ടായിരുന്ന വേദന മാറി. ആ അമ്മയും അപ്പനും ഈ പിച്ച പറക്കുന്ന പറക്കുന്ന ഈ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊന്തയ്ക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത, ഞങ്ങളുടെ മാതാവിന്റെ ശക്തിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഈ കൊച്ചിന്റെ മൺകുടാർത്തി ചലിക്കുന്നുണ്ട്. അതെന്റെ തലമുറയിൽ അത്ഭുതമായി വ്യാപരിച്ചതുപോലെ ഈ കൊച്ചിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ശക്തിയിൽ ഞങ്ങളും വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ ശക്തിക്കകത്ത് ഞങ്ങളും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ അപ്പനും അമ്മയും മടങ്ങുമ്പോ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് ആ അപ്പനും അമ്മയും തന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ 2 വർഷം കൂടെ പഠനം കഴിയുമ്പോ നീ പോരുമ്പോൾ ഇവളെ കൂടെ കൊണ്ടുവരാനുള്ള ക്രമീകരണം ചെയ്തോണം. അപ്പനും അമ്മയും വന്നത് കാനഡയിൽ നിന്നാ. ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ അതിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകലിൽ യേശുവിന്റെ മാറോട് നീ ചാരിയ, നിന്റെ കുലം ദൈവത്തിന് വിഷയമല്ല, നിന്റെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല, നിന്റെ അനുഭവങ്ങൾ ദൈവത്തിന് വിഷയമല്ല. എന്റെ ദൈവം പ്രവർത്തിക്കും. അവനോട് ചേർന്നിരുന്നാൽ, അവനോട് പറ്റിയിരുന്നാൽ, അവന്റെ മാറോട് ചാരിയാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മാറോട് ചാരാൻ തയ്യാറാണോ? യോഹന്നാൻ മാറോട് ചാരിയതുപോലെ എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. യോഹന്നാൻ മാറോട് ചാരിയതുപോലെ, ദാനിയേൽ തന്റെ പ്രാർത്ഥനയിൽ യേശുവിനോട് പറ്റിയിരുന്നത് പോലെ, ലാസർ യേശുവിനെ തന്റെ കുടുംബത്തിൽ ക്ഷണിച്ച് ചേർത്ത് പിടിച്ചതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമുണ്ടോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ തലമുറയിൽ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകല് വിളിച്ചു പറയണം, നമ്മുടെ ആയുസ് കൊണ്ട് നാം ചിന്തിക്കുന്നതിനും അപ്രമേയമായി ഒരായുസ് കൊണ്ട് നാം എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയാലും അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഉറപ്പുള്ളവരെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർക്ക് അവൻ സങ്കേതമാണ്, അവൻ കോട്ടയാണ്, അവൻ അഭയസ്ഥാനമാണ്. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. ഒരു ചിന്ത മാത്രമേ പങ്കുവെക്കുവാൻ സമയത്തിന്റെ പരിമിതി മൂലം കഴിഞ്ഞുള്ളെങ്കിലും സമ്പൂർണമായി ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ചാട്ട്, അവൻ പറ്റിയിരുന്നാൽ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ മാറോട് ചാരിയ യോഹന്നാന് പത്മോസ് എന്ന പ്രതിസന്ധിക്കകത്ത് ദൈവം സഹായകനായി വെളിപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ചാരിയ ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിക്കകത്ത് എന്റെ ദൈവം അത്ഭുതമായി വെളിപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, ആരും കൈക്കൊള്ളാത്ത പ്രതിസന്ധിയുടെ കാലയളവിൽ ലാസർ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ അവന്റെ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച് വിടുവിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, പറ്റിച്ചേരുന്ന ദൈവജനമേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം, നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരാം. കർത്താവേ, ജീവിതത്തിന്റെ ചില യാത്രകളുടെ നടുവിൽ ഞങ്ങൾ ചോദിക്കും, ആരെങ്കിലും എനിക്ക് സഹായമുണ്ടോ? ഹല്ലേലൂയ. അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരപ്പന്റെ സാന്നിധ്യം എനിക്കുണ്ട്. അതാണ് എന്റെ ഉറപ്പ്. ഈ ലോകരെല്ലാം എന്നെ കൈവടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ എന്റെ താങ്ങും തണലുമാണ്. ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമാ. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. യേശു രക്ഷകൻ
രക്ഷകനൻ ജാനനാലലാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ മുറ്റുമായി അങ്ങയുടെ കരുത്തിൽ സമർപ്പിക്കുന്നു. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയത് പോലെ, ദാനിയേൽ പ്രാർത്ഥനയിൽ അപ്പയോട് പറ്റിച്ചേർന്നത് പോലെ, ലാസർ ആരും കൈക്കൊള്ളാതെ ഇരുന്ന അപ്രതിസന്ധിയുടെ കാലയളവിൽ അപ്പനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങൾക്കും അപ്പനെ ചേർത്ത് പിടിക്കാനുള്ള കൃപ പകരണമേ. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന ഈ സഭയ്ക്ക്, ആ സമൂഹത്തിന്, ആട്ടുംപറ്റങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണം. ദൈവകുഞ്ഞാടിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ വചനം കേട്ടവരെ സ്വർഗം അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുത്തുള്ള കരം അത്ഭുതമായി വെളിപ്പെടണം. ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നു. മഹത്വം ദൈവകുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ. ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുകയും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനും സഭയ്ക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മടങ്ങി വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കാം. ഗാഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.